ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മാത്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ശതമാനം. നമുക്ക് കേട്ടച്ച് പരീക്ഷ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ശതമാനം എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ലാഭവും നഷ്ടം എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്ക്. ആ ലാഭവും നഷ്ടത്തിലും നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടതും ഈ ശതമാനത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ പലിശയിലും എന്ത് വരുന്നുണ്ട്, ശതമാനം എന്ന് പറയുന്ന ആ ഒരു ആശയം അവിടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ശതമാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? പറയുന്ന വോയിസ് ക്ലിയർ ഇല്ലേ? പറയുന്ന വോയിസ് ക്ലിയർ ഇല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ശതമാനം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം കണ്ടെത്താൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരു 400ന്റെ 10% എത്ര, അല്ലെങ്കിൽ 400ന്റെ 15% എത്ര, ഈ രീതിയിൽ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് ഒരു ശതമാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കണ്ടെത്താൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് ശതമാനം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശതമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ മാനം എന്ന് പറഞ്ഞാൽ അളവും. അപ്പൊ ഒരു നിശ്ചിത ഒരു അളവിനെ അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഒരു സംഖ്യയെ 100ൽ എത്ര എന്ന രീതിയിൽ 100ലേക്ക് ചുരുക്കിക്കൊണ്ട് അത് 100ൽ എത്രത്തോളം വരും എന്ന രീതിയിൽ പ്രസ്താവിക്കുന്ന ഒരു സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ എന്ത്, ശതമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 30 കുട്ടികളിൽ 15 കുട്ടികളും വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ക്ലാസ്സിൽ 50% വിജയം എന്ന് പറയും. 50% വിജയം എന്ന് പറയുമ്പോൾ അവിടെ 50 കുട്ടികൾ ഇല്ല, ടോട്ടൽ 30 കുട്ടികളെ ഉള്ളൂ. പക്ഷെ ആ 30 കുട്ടികളിൽ 15 കുട്ടികൾ വിജയിച്ചാലും നമ്മൾ പറയുന്നത് എത്രയാണ്, 50% വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ പ്രസ്താവിക്കപ്പെടുന്നത് ഈ ഒരു അളവിനെ എത്രയിലേക്ക് പരിഗണിച്ചുകൊണ്ടാണ്, 100ലേക്ക് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശതമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശതമാനം കണക്കാക്കപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ ശതമാനത്തിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ സംഖ്യ എന്ന് പറയുമ്പോൾ എപ്പോഴും കാണാം ഒരു സംഖ്യ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഒരു സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഖ്യയെ എപ്പോഴും എന്ത് ചെയ്യണം, 100% പരിഗണിക്കണം. ഓക്കെ ആണല്ലോ? ഒരു സംഖ്യയുടെ 20% എത്ര, അങ്ങനെ എപ്പോഴും ഈ സംഖ്യക്ക് എന്ത് കൊടുക്കണം, സംഖ്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് എപ്പോഴും എന്താണ്, 100%. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇപ്പൊ സംഖ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, 100% പരിഗണിക്കണം. സംഖ്യയുടെ പകുതി എന്ന് പറയുമ്പോഴോ, പകുതി എന്ന് പറയുന്ന കൺസെപ്റ്റ് ശതമാനത്തിലേക്ക് വരുമ്പോൾ എത്രയാണ്, ഭിന്നസംഖ്യയിൽ നമ്മൾ എന്ത് പറയാറുണ്ട്, പകുതിക്ക് 1/2 എന്ന് പറയാറുണ്ട് അല്ലെ? ഭിന്നസംഖ്യയിൽ നമ്മൾ ഭിന്നസംഖ്യയുടെ പകുതി എന്ന് പറയുന്നത് ഹാഫ് എന്ന് പറയുന്ന രൂപം എന്താണ്, 1/2 ആണ്. എന്നാൽ ശതമാനത്തിലെ പകുതി എന്ന് പറയുന്ന കൺസെപ്റ്റ് എത്ര ശതമാനത്തെയാണ് പകുതി എന്ന് പറയുന്നത്, പകുതിയുടെ പകുതി 50%. 50% എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ഒരു ടോട്ടലിന്റെ പകുതി എന്നുള്ളതാണ്. കാലിനോ, ക്വാർട്ടർ അല്ലെങ്കിൽ കാല്, പകുതിയുടെ പകുതി എന്നൊക്കെ പറയുന്നത് എത്ര ശതമാനമാണ്, 25%. ഇരട്ടി, ഒരു സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ ഈ ഇരട്ടി എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, ഇരട്ടി എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും, 100%ആണ് സംഖ്യ. അപ്പൊ അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 200%. 200% എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഏത്, ഇരട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ബേസിക് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. സംഖ്യ 100%ആയിട്ട് പരിഗണിക്കണം, സംഖ്യയുടെ പകുതി എന്തായിട്ട് എടുക്കണം, 50%ആയിട്ട് പരിഗണിക്കണം. എപ്പോഴും ഇരട്ടി എന്ന് പറയുന്നത്, ഒരു സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്, 200%. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇതില് നമുക്ക് ചോദ്യത്തിൽ വരിക എപ്പോഴും സംഖ്യ എന്നുള്ളതാണ്. അപ്പൊ ഈ സംഖ്യ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, 100% എന്നുള്ളത് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ശതമാനം പണ്ട് മുതലേ കാണുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. ശതമാനത്തിൽ പണ്ട് മുതൽ ഇപ്പൊ ഒരു
200ന്റെ 25% എത്ര എന്ന് ചോദിച്ചാൽ 200ന്റെ 25% എത്ര എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ 200ന്റെ 25% നമ്മൾ എങ്ങനെ കണക്കാക്കും? 200 ഇൻറ്റു 25/100. ഓക്കെ, ശതമാനം മുകളിൽ കൊടുക്കും, ബൈ 100 കൊടുക്കും. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ പണ്ട് മുതൽ എന്ത് ചെയ്തിരുന്നത്? ശതമാനം കണക്കാക്കിയിരുന്നത്. എന്നാൽ ഈ മെത്തേഡിലല്ല നമ്മൾ കണക്കാക്കുന്നത്. ഈ മെത്തേഡിൽ പഠിച്ചാലുള്ള പ്രശ്നം ഇത് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ 200ന്റെ 25% എത്ര എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. പക്ഷെ നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഓരോ മെത്തേഡുകൾ പഠിച്ചു വെക്കേണ്ടി വരും. ഈ ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വിവിധ മോഡലുകൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 4ഓളം മോഡൽ വരുന്നുണ്ട്. ആ 4 മോഡലിനും എന്ത് ചെയ്യണം? വിവിധ രീതിയിലുള്ള സൂത്രവാക്യങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒറ്റ മെത്തേഡ്, ഒറ്റ രീതിയിൽ എന്ത് ചെയ്യും? ശതമാനവുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കും. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ ഫസ്റ്റ് മോഡലിലേക്ക് കിടക്കാം. അപ്പൊ ശതമാനം എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു സംഖ്യ അല്ലെങ്കിൽ ആകെ ഉള്ളതിന്റെ ടോട്ടലിനെ എന്ത് ചെയ്യുന്നു? 100ലേക്ക് പരിഗണിച്ചുകൊണ്ട് പ്രസ്താവിക്കുന്നതാണ് ഏത്? ശതമാനം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് മോഡൽ ബേസിക് ആയിട്ടുള്ള മോഡലാണ്. ഓക്കെ, ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 240ന്റെ 30% എത്ര? ഇങ്ങനെ നമ്മൾ ഒരു സംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം ചോദിക്കും. 240 എന്ന് പറയുന്ന ഒരു സംഖ്യ. ആ 240 എന്ന് പറയുന്ന സംഖ്യയുടെ 30% എത്ര? ഈ രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും 240ന് 30% കണക്കാം. നമ്മൾ മുമ്പ് ചെയ്ത പോലെ 240 ഇൻറ്റു 30/100 ഈ രീതിയിൽ ചെയ്താൽ ഉത്തരം കിട്ടും. പക്ഷെ ആ രീതിയിൽ എന്ത് ചെയ്യേണ്ട? ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്ന രീതി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ രീതിയിൽ ചെയ്യും. ഓക്കെ, അപ്പൊ 240ന്റെ 30% എത്ര എന്ന് ചോദിക്കുമ്പോൾ 240 എത്ര ശതമാനമായിരിക്കും? ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ 240 എന്ന് പറയുന്ന ഈ സംഖ്യ എത്ര ശതമാനമായിരിക്കും? എപ്പോഴും ടോട്ടലായിട്ട് വരുന്ന ആ ഒരു നമ്പർ സംഖ്യ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? 100% ഓക്കെ ആണല്ലോ. ഇവിടെ 100, ഈ ചോദ്യത്തിലെ 100% 240. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. എപ്പോഴും ഒരു സംഖ്യയിലെ ഒരു നമ്പറിലെ ഒരു സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ്? 100%. ഇവിടെ 240 എന്ന് പറയുന്ന സംഖ്യയുടെ 30% എത്ര എന്നാണ് ചോദ്യം. ഈ 240ന് എത്ര ശതമാനമായിട്ട് പരിഗണിച്ചു? 100%. നമ്മുടെ ഏതൊരു ചോദ്യത്തിലും നമുക്ക് ഏതെങ്കിലും ഒരു ശതമാനം അവിടെ കിട്ടും. ഓക്കെ, ഏതെങ്കിലും ഒരു ശതമാനം നമുക്ക് ആ ചോദ്യത്തിൽ നിന്നും കിട്ടും. അപ്പൊ ആ ശതമാനം എന്ത് ചെയ്യാം? മുകളിൽ കൊടുക്കാം. 100% 240. ഏതാണോ നമുക്ക് അറിയുന്നത് ആ ശതമാനം ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എത്ര ശതമാനമാണ്? കാണാൻ പറഞ്ഞത് ആവശ്യപ്പെട്ടത് എത്രയാണ്? 30% എത്ര എന്നാണ് ചോദ്യം. 240ന്റെ 30%. അപ്പൊ താഴെ എന്ത് കൊടുക്കാം? 30%. വേണ്ടത് താഴെയും കൊടുക്കാം. ക്ലിയർ ആണോ? ഫസ്റ്റ് നമുക്ക് വേണ്ടത് മുകളിൽ അറിയാവുന്നത് 100% 240 എന്നുള്ള ഒരു അറിവാണ് നമുക്കുള്ളത്, ചോദ്യത്തിലുള്ളത്. ഇപ്പൊ 100% സമയം 240 കൊടുത്തു. നമുക്ക് കണക്കാക്കപ്പെടേണ്ടത് എത്രയാണ്? ചോദിക്കപ്പെട്ടിട്ടുള്ളത് 30%. അപ്പൊ താഴെ എന്ത് ചെയ്തു? 30% എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാ? ഗുണിക്കാം. ഫസ്റ്റ് 30 ഇൻറ്റു 240. ഓക്കെ, ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ കേട്ടോ. 30 ഇൻറ്റു 240/100. 100 മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ ഒരു സംഖ്യ ഇല്ല. അപ്പൊ 100 മാത്രമായിട്ട് താഴെ കൊടുക്കാം. 30 ഇൻറ്റു 240/100. ചെയ്ത് മനസ്സിലായോ? 100% നമുക്ക് അറിയാവുന്നത് 240. 30% നമുക്ക് വേണ്ടത്, കാണേണ്ടത്. അപ്പൊ താഴെ കൊടുത്തു. ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഗുണിച്ചു. 30 ഇൻറ്റു 240 താഴെ എന്ത് ചെയ്തു? 100 കൊടുത്തു. 0 0 വെട്ടാം, 0 0 വെട്ടാം. 3 ഇൻറ്റു 24. 3 ഇൻറ്റു 24 എത്ര കിട്ടും? 72 എന്ന് കിട്ടും. ഓക്കെ, ഉത്തരം എത്രയാണ്? 240ന്റെ 30% എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 72. ക്ലിയർ ആണോ? ചെയ്ത രീതി മനസ്സിലായോ? ഈ രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഇതിനേക്കാൾ എത്ര സിമ്പിൾ ആണ് 240 30/100. ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക്, ഓരോ ചോദ്യങ്ങൾക്കും ഇങ്ങനെ പഠിക്കണമെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പല സൂത്രവാക്യങ്ങളും പഠിച്ചു വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ രീതി പഠിച്ചാൽ നമുക്ക് ഏതൊരു ചോദ്യമാണെങ്കിലും ഇനി ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് അറിയാവുന്നത് മുകളിൽ കൊടുക്കുക. നമുക്ക് ഇവിടെ ചോദ്യത്തിൽ 240ന് 30% ചോദിച്ചപ്പോൾ 240 എത്രയായിട്ട് പരിഗണിച്ചു? 100%. 240 പരിഗണിച്ചു. 30% ചോദിച്ചിട്ടുള്ളത്, അത് താഴെ കൊടുത്തു. ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഗുണിച്ചു. ഉത്തരം എത്ര കിട്ടി? 72 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, എന്നാൽ അടുത്തൊരു ചോദ്യം എത്തിക്കോളൂ.
945% എത്ര? ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 945% എത്ര? ഓക്കെ, എല്ലാവരും ചെയ്യുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. 945% എത്രയാണ് ചോദിച്ചിട്ടുള്ളത്? 945% എത്ര? 945% ചോദിക്കുമ്പോൾ ഇവിടെ 900 എന്ന് പറയുന്നത് എത്ര ശതമാനമായിട്ട് പരിഗണിക്കണം? 900 പറയുന്നത് 100%. ഇവിടെ ചോദിക്കുന്നത് 100%. ഏത്? 900. 100%. 900 പരിഗണിച്ചു. ഓക്കെ ആണല്ലോ? ഇത് മറക്കേണ്ടത്. ആ സംഖ്യ പൂർണ്ണമായിട്ട് ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്? 100%. അപ്പൊ 100% 900. ഇനി കാണേണ്ടത് ചോദിച്ചത് ഏതാണ്? 45%. അപ്പൊ താഴെ എന്ത് ചെയ്തു? 45% എന്ന് കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കാം. 45 × 900 0 0 വെട്ടി, ഈ 0 0 വെട്ടി. 45 × 9 എത്ര കിട്ടും? 35 × 9 405 എന്ന് കിട്ടും. ഓക്കെ, ഉത്തരം എത്രയാണ്? 405. ക്ലിയർ ആണോ? അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ശതമാനം കണക്കാക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു സംഖ്യ തരുന്നു, അതിനൊരു നിശ്ചിത ശതമാനം ചോദിക്കുന്നു, നേരെ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്തിട്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഈ രീതിയിൽ ഇത് ചെയ്യാൻ കഴിയില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ശതമാനം, ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ടോപ്പിക് ലാഭവും നഷ്ടം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എപ്പോഴും കേട്ടിട്ട് പരീക്ഷ ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ലാഭവും നഷ്ടവും. അവിടെയും നമുക്ക് ശതമാനം കണക്കാക്കാനുണ്ടാവും. അവിടൊക്കെ ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ മെത്തേഡിൽ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഓക്കെ, എന്നാൽ ഇനി രണ്ടാമത്തെ മോഡലിലേക്ക് കിടക്കാം. രണ്ടാമത്തെ മോഡലില് അതായത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം ചോദിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ 240 30% എത്ര? ഈ രീതിയിലാണ് ചോദിച്ചത്. എന്നാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ഒരു സംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം തരും. അതായത് 30% ഇത്ര, അല്ലെങ്കിൽ 40% ഇത്ര എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ശതമാനം തരും. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും? സംഖ്യ ഏത്? സംഖ്യ കണ്ടെത്താൻ ചോദിക്കും. ഏതാണ് 30% 210 വരുന്ന സംഖ്യ ഏതാണ്? ആ രീതിയിൽ എന്ത് ചെയ്യും? ചോദിക്കും. ക്ലിയർ ആണോ? അപ്പൊ ആ രീതിയിൽ ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരു സംഖ്യയുടെ 30% 210 ആയാൽ സംഖ്യ ഏത്? അപ്പൊ ഇവിടെ നമുക്ക് ഒരു നിശ്ചിത ശതമാനം ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 30%. 30% 210 എന്ന് തന്നിട്ടുണ്ട്. ഇനി ചോദ്യം എന്താണ്? സംഖ്യ ഏത്? സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായിട്ട് പരിഗണിക്കണം? സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ എത്ര ശതമാനമാണ് അവിടെ ചോദിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, 100%. സംഖ്യ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 100%. അപ്പൊ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ കണക്കാക്കേണ്ടത് എത്ര ശതമാനമാണ്? 100% നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അറിയാവുന്ന ശതമാനം മുകളിൽ കൊടുക്കാം. ഇവിടെ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ള വിവരം എന്ന് പറയുന്നത് 30% നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 30% എത്ര എന്നുള്ളത് കൊടുക്കുക. 30% എത്രയാണ്? 210. ക്ലിയർ? ഇനി ചോദിച്ചത് എത്ര ശതമാനമാണ്? സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ കണക്കാക്കേണ്ടത് 100%. അപ്പൊ താഴെ എന്ത് കൊടുത്താൽ മതി? വേണ്ടത് ചോദിച്ചത് 100% കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ ചെയ്യുമ്പോ നമുക്ക് ഏതെങ്കിലും ഒരു ശതമാനം കിട്ടിയാൽ നമുക്ക് പിന്നീട് ഏത് ശതമാനം കണ്ടെത്താം. സംഖ്യ ഏത് ചോദിച്ചാൽ 100% കണ്ടെത്താം. ഈ സംഖ്യയുടെ മറ്റൊരു ശതമാനം ചോദിക്കാം. ഒരു സംഖ്യയുടെ 30% 210 ആയാൽ ആ സംഖ്യയുടെ 25% എത്ര? അങ്ങനെയും ചോദിക്കാം. ഇപ്പൊ 30% എന്ത് ചെയ്യാം?
210 കൊടുക്കുക, താഴെ എന്ത് കൊടുക്കണം? 25% കൊടുക്കണം. അപ്പൊ ചോദിക്കുന്നതിനനുസരിച്ചുള്ള ശതമാനം എന്താണോ കാണേണ്ടത്, ഏത് ശതമാനമാണോ കാണേണ്ടത്, അത് താഴെ കൊടുക്കുക. എല്ലാ ചോദ്യത്തിലും നമുക്കൊരു ശതമാനം തന്നിട്ടുണ്ടാവും, അത് മുകളിലും കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, ക്രോസ് ചെയ്ത് ഗുണിക്കുക. 100 × 210/30. 0 0 വെട്ടാം, 21 3 വെട്ടാം, 7. 100 × 7 700. ഉത്തരം എത്രയാണ്? 700 എന്ന് കിട്ടും. ഒരു മിനിറ്റ്. തുടരാട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കിട്ടി? 700 എന്ന് കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാണ്ട. സംശയമുള്ള സമയത്ത് നിർത്തി ചോദിക്കണേ. ഒന്നുകൂടെ പറ സാറേ. ഒന്നുകൂടി പറയാം. അതായത് ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്താണ്? 30% നമുക്ക് തന്നു, 210. അപ്പൊ ചോദ്യത്തിൽ തന്ന ശതമാനം എന്ത് ചെയ്യാം? മുകളിൽ കൊടുക്കാം. ഇവിടെ ചോദ്യത്തിൽ തന്ന എന്താണ്? 30%, 210. അപ്പൊ 30% എന്ത് ചെയ്തു? കൊടുത്തു, 210. ഓക്കെ, ഇനി ചോദ്യം ഏതാണോ നമുക്ക് കാണേണ്ടത്, എത്ര ശതമാനമാണോ അത് താഴെ കൊടുക്കുക. ഇവിടെ 20% അല്ലെങ്കിൽ 30% എന്ന് പറഞ്ഞാൽ എത്ര എന്ന് ചോദിച്ചിട്ടില്ല. ഇവിടെ ചോദ്യം എന്താണ്? സംഖ്യ ഏത്? 30% 210 വരുന്ന സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സംഖ്യ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ്? 100%. 100% എത്ര എന്ന് ചോദിക്കുന്നതിന് പകരം എങ്ങനെ ചോദിക്കും? സംഖ്യ ഏത് എന്ന് ചോദിക്കും. സംഖ്യ ചോദിച്ചാൽ കാണേണ്ടത് 100%. അപ്പൊ അത് താഴെയും കൊടുത്തു. പിന്നെ ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ മതി. 100 × അപ്പൊ ഇങ്ങനെ കുടിക്കട്ടെ. ഫസ്റ്റ് മുകളിൽ 100 × 210 കൊടുക്കുക. താഴെ ഇവിടെ 1 മാത്രമേ ഉള്ളൂ, ഇവിടെ സംഖ്യ ഇല്ല. അപ്പൊ ഇവിടെ 1 മാത്രം, 30 മാത്രം കൊടുത്തു. വിട്ട 21 3 വെട്ടി 7. 100 × 7 എത്ര കിട്ടും? 700. നമ്മുടെ ഉത്തരം എത്രയാണ്? 700 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എന്നാൽ അടുത്ത ചോദ്യം എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 15% 60 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 15% 60 ആയാൽ സംഖ്യ ഏത്? ഓക്കെ, ഉത്തരം കിട്ടിയോ?
കിട്ടി 400. ചെയ്യാൻ പോകാം. ഇവിടെ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ 15% നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ശതമാനം കണ്ടെത്തി 15% 60. സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സംഖ്യ ചോദിച്ചാൽ കണക്കാക്കേണ്ടത് 100%. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ 15% കൊടുത്തു. 15% 60. ഇനി കാണേണ്ടത് 100%. അപ്പൊ താഴെ 100% കൊടുത്തു. ഈ 100% എവിടുന്ന് വന്നു? സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും 100% പരിഗണിക്കണം. അപ്പൊ താഴെ എന്ത് ചെയ്തു? 100% എന്ന് കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കാം. 100 × 60/15. 15ഉം 60ഉം വെട്ടാം. 4. 100 × 4 എത്ര കിട്ടും? 400. ഉത്തരം എത്രയാണ്? 400 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? കണക്കാക്കേണ്ടത്. ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം ചെയ്തിട്ട് ഒരു സംഖ്യയുടെ 18% 72 ആയാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. 80% എത്ര എന്ന ചോദ്യം. ഇതേ അവസാനിപ്പിക്കും. ഇവിടെ സംഖ്യ എന്നതിന് പകരം എന്ത് ചോദിച്ചു? ആ സംഖ്യയുടെ 80% ചോദിച്ചത്. സംഖ്യ വേണ്ട. ഇപ്പൊ താഴെ എന്ത് കൊടുത്താൽ മതി? 80 എന്ന് കൊടുത്താൽ മതി. സംഖ്യ ആണെങ്കിൽ 100% കൊടുക്കാം. ഇവിടെ താഴെ എന്ത് ചെയ്താൽ മതി? 80 എന്ന് കൊടുത്താൽ മതി. അത് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഉത്തരം കിട്ടിയോ? 320 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ. ഒരു സംഖ്യയുടെ 18% ഇവിടെ തന്നിട്ടുണ്ട് 72. ഇനി നമ്മളോട് സംഖ്യ, നേരത്തെ ചോദ്യം എന്തായിരുന്നു? നേരത്തെ ചോദ്യത്തിൽ നമ്മളോട് സംഖ്യ എത്ര എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഇവിടെ സംഖ്യയാണ് ചോദിച്ചത്. എന്നാൽ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. സംഖ്യ ചോദിച്ചപ്പോൾ താഴെ 100% എന്ന് കൊടുത്തു. എന്നാൽ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ സംഖ്യ എത്ര എന്നല്ല ചോദിച്ചത്. സംഖ്യയുടെ 80% എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 18% 72. മാറ്റൊന്നുമില്ല. മുകളിൽ നമുക്ക് അറിയാവുന്ന ശതമാനം കൊടുത്തു. താഴെ ഇവിടെ 100% കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ 100% കണ്ടിട്ട് പിന്നെ ആ സംഖ്യ കണ്ടെത്തിയ സംഖ്യയുടെ 80% കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരിട്ട് ഏതാണോ വേണ്ടത് ആ ശതമാനം താഴെ കൊടുക്കാം. സംഖ്യ വേണ്ട, അതുകൊണ്ട് 100% കാണേണ്ട. 80% വേണ്ടത്. അപ്പൊ താഴെ എന്ത് കൊടുത്താൽ മതി? 80% എന്ന് കൊടുത്താൽ മതി. ക്ലിയർ ആണോ? നമുക്ക് ഏത് ശതമാനമാണോ കണക്കാക്കേണ്ടത് അത് താഴെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ താഴെ 80% എന്ന് കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കാം. 80 × 72 18ഉം 72ഉം വെട്ടാം. 4. 4 × 80 320 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 320. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ബേസിക് ആയിട്ട് പരീക്ഷ ചോദിക്കാവുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു മോഡലുകൾ, അതായത് രണ്ടാമത്തെ മോഡൽ. ഫസ്റ്റ് മോഡൽ നമ്മൾ അങ്ങനെ ചോദ്യം വരാറൊന്നുമില്ല. അത് അറിഞ്ഞിരിക്കുക. അതായത് ഈ ഒരു മെത്തേഡ് പരിചയപ്പെടാന്നേ ഉള്ളൂ. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ശതമാനം തന്നിട്ട് എന്നിട്ട് ആ സംഖ്യ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആ സംഖ്യയുടെ മറ്റൊരു ശതമാനം ചോദിക്കാം. ഓക്കെ, രണ്ട് രീതിയിൽ ചോദിച്ചാലും ഒന്നുമില്ല. നമ്മൾ താഴെ ഏത് സംഖ്യയാണ് ചോദ്യമെങ്കിൽ 100%. ഇനി അതല്ല ആ സംഖ്യയുടെ മറ്റൊരു ശതമാനമാണ് കണക്കാക്കേണ്ടതെങ്കിൽ ആ ഒരു ശതമാനം എന്ത് ചെയ്താൽ മതി? താഴെ കൊടുത്താൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ മോഡലിലേക്ക് അടുക്കുക. ഈ മൂന്നാമത്തെ മോഡൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അതായത് നേരിട്ട്
ഇവിടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു നിശ്ചിത ശതമാനം നേരിട്ട് തരൂല. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 18% ഇത്ര, അല്ലെങ്കിൽ 30% ഇത്ര, അല്ലെങ്കിൽ കൃത്യമായിട്ട് സംഖ്യ തന്നിട്ടുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് ഒരു ശതമാനം എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ, ഇനിയുള്ള ക്വസ്റ്റ്യനിൽ എന്തില്ല, ഇത്ര ശതമാനം എന്ന് പറയുന്ന രീതിയിൽ ഒരു ശതമാനം നമുക്ക് എന്ത് ചെയ്യില്ല, തരില്ല. ഓക്കെ ആണല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. ഒരു സംഖ്യയുടെ 87% 72% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ, ഇവിടെ എന്താ പറഞ്ഞത്, ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ 87% 72% തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം 60 ആയാൽ സംഖ്യ ഏത്? വ്യത്യാസം തന്നിട്ട് എന്ത് ചെയ്തു, സംഖ്യ ചോദിച്ചു. ഇവിടെ പറഞ്ഞ ആ ഒരു പോയിന്റ് വെച്ചിട്ട്, അതായത് ഒരു സംഖ്യയുടെ 87% 72% തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഇവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ശതമാനം കണ്ടെത്താൻ കഴിയും. ഓക്കെ ആണല്ലോ. അതായത് ആ വ്യത്യാസം എത്ര എന്ന് നോക്കിയാൽ മതി. ആ വ്യത്യാസം നോക്കിയാൽ 60 എത്ര ശതമാനത്തിൽ തുല്യമാണെന്ന് കിട്ടും. ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ്, 87% 72% തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് 87%ന്റെയും 72%ന്റെ വ്യത്യാസം എത്ര ശതമാനം കിട്ടും? 87ന്റെയും 72ന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 5. ഓക്കെ ആണല്ലോ, 5%. ആ 5% ഏത്? 60. മനസ്സിലായോ? അപ്പൊ ഈ 60 എന്ന് പറയുന്നത് എത്ര ശതമാനം? 87 കൊടുക്കാൻ പറ്റില്ല, 72 കൊടുക്കാൻ പറ്റില്ല. ഏതാണ്? 5%. 5% ഏത്? 60. ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ മതി, പോരാ. ഇനി നമുക്ക് കണ്ടെത്തി ഇവിടെ സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ താഴെ 100% എന്ന് കൊടുത്താൽ മതി. ഇവിടെ 100% എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, ഇനി നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പൊ ഒന്നുകൂടി മനസ്സിലാക്കുക, ഇവിടെ ഒരു നേരിട്ട് നമുക്ക് എന്ത് തന്നിട്ടില്ല, ഒരു നിശ്ചിത ശതമാനം തന്നിട്ടില്ല. അതിന് മിസ്റ്റേക്ക് ഇല്ലേ? എങ്ങനെ 87 മൈനസ് 72 87 മൈനസ് ശതമാനം തെറ്റി വ്യത്യാസം. വ്യത്യാസം ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ട് 87% 72% തമ്മിലുള്ള വ്യത്യാസം, അതായത് 87 72 മൈനസ് ചെയ്യാം. 87 72 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15% എന്ന് കിട്ടും. ഓക്കെ ഓക്കെ ആണല്ലോ. അപ്പൊ 15% ഇവിടെ എന്ത്, 15% നമുക്ക് 60. ക്ലിയർ? ഈ 15% 60 എന്ന് എങ്ങനെ കിട്ടുന്നത്? ആ ഒരു പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 15% 60 ആയാൽ സംഖ്യ എത്ര എന്ന് ചോദ്യത്തിന് പകരം ചോദ്യത്തിൽ ചെറിയൊരു മാറ്റം അവര് വരുത്തി. ഒരു സംഖ്യയുടെ 87% 72% തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറഞ്ഞത്. എപ്പോഴും വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യത്യാസം ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 87% 72% തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് കിട്ടും? 15 എന്ന് കിട്ടും. ഇപ്പൊ 15% ഏത്? 60. ഇനി നമ്മളോട് ചോദ്യം എന്താണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള സംഖ്യ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി, താഴെ 100% എന്ന് കൊടുത്താൽ മതി. ക്രോസ് ചെയ്ത് കുടിക്കാം. 100 × 60/15. 15ഉം 60ഉം വെട്ടാം. 4. 100 × 4 എത്ര കിട്ടും? 400 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 400 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇവിടെ ഒരിക്കലും 87 കൊടുക്കരുത്, 72 കൊടുക്കരുത്. അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് എന്ത് ചെയ്യാ, അതാണ് 60 എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ബാക്കി ചെയ്യുന്ന രീതിയിലൊന്നും എന്ത് ചെയ്യില്ല, മാറ്റമില്ല. ചോദ്യത്തിൽ നിന്നും ഒരു ശതമാനം കണ്ടെത്താൻ കുറച്ച് എന്ത് ചെയ്യണം, ബുദ്ധിമുട്ടണം. പറഞ്ഞ മനസ്സിലായോ? സർ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തരും. ഒരു സംഖ്യയുടെ 99% 91% തമ്മിലുള്ള വ്യത്യാസം 720 ആയാൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുടെ 99% 91% തമ്മിലുള്ള വ്യത്യാസം 720 ആയാൽ സംഖ്യ എത്ര?
ഒരു സംഖ്യയുടെ 99% 91% തമ്മിലുള്ള വ്യത്യാസം 720 ആയാൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ വ്യത്യാസം എന്നാണ് പറഞ്ഞത്. ഏതൊക്കെ ശതമാനങ്ങൾ തമ്മിലുള്ള 99% 91% തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ വ്യത്യാസം എത്രയാണ് എന്ന് കണ്ടെത്തുക. അതാണ് ഇത് 720 എന്ന് പറയുന്നത്. അപ്പൊ 99 91 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 8%. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കിട്ടി? 8% എത്ര? 8% 720 എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മളോട് എന്താണോ ചോദിച്ചത് അതിനനുസരിച്ച് താഴെ കൊടുക്കുക. ചിലപ്പോൾ സംഖ്യ എത്ര എന്നതിന് പകരം ചിലപ്പോൾ എന്ത് കൊടുക്കും? 720 ആയാൽ ആ സംഖ്യയുടെ 20% എത്ര അങ്ങനെ ചോദിക്കാം. അപ്പൊ ഇവിടെ താഴെ എന്ത് കൊടുത്താൽ മതി? 20% എന്ന് കൊടുത്താൽ മതി. ഇവിടെ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സംഖ്യ എത്ര എന്ന് ചോദിച്ചത് കൊണ്ട് നമ്മൾ താഴെ എത്ര കൊടുക്കണം? സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും 100%. അപ്പൊ താഴെ എന്ത് ചെയ്തു? 100% എന്ന് കൊടുത്തു. ക്ലിയർ? അപ്പൊ 8%. ഈ 8% 720 ആണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. അത് കിട്ടിയാൽ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 8% 720 കൊടുത്തു. പിന്നെ കാണേണ്ടത് താഴെ കൊടുത്തു. ക്രോസ് ചെയ്ത് എന്ത് ചെയ്യാം? ഗുണിക്കാം. 100 × 720/8. 8 72 വെട്ടി 9 0 90 എന്ന് കിട്ടും. 100 × 90 എത്ര? 9000. ഓക്കെ, 9000 ഉത്തരം വരുന്നത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ, എന്നാലും ഒരു ചോദ്യം കൂടി ചെയ്തോളൂ. ഒരു സംഖ്യയുടെ 94% 81% തമ്മിലുള്ള വ്യത്യാസം 390 ആയാൽ ആ സംഖ്യയുടെ 80% എത്ര? ഒരു സംഖ്യയുടെ 94% 81% തമ്മിലുള്ള വ്യത്യാസം 390 ആയാൽ ആ സംഖ്യയുടെ 80% എത്ര? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ 94% അതേപോലെ തന്നെ 81% തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു നിശ്ചിത ശതമാനം ഇവിടെ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ 94% അതേപോലെ തന്നെ 81% തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന്, ആ വ്യത്യാസമാണ് ഇത് 390 എന്ന് പറയുന്നത്. ആ വ്യത്യാസം എത്ര കിട്ടും? 94% 81% വ്യത്യാസം 13% ഓക്കെ. അപ്പൊ ആ 13% ഏത്? 13% 390 എന്ന് കിട്ടി. ക്ലിയർ? ഇനി നമ്മൾ താഴെ കൊടുക്കേണ്ടത് എത്രയാണ്? ഇവിടെ ഒരിക്കലും ഓടിച്ചത് 100% കൊടുക്കരുത്. ഓക്കെ, അതിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ 100% കണ്ടിട്ട് പിന്നെ 80% കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഏതാണോ നമുക്ക് കാണേണ്ടത്, ചോദ്യത്തിൽ ഏത് ശതമാനമാണ് കണക്കാക്കാൻ പറഞ്ഞത്, അത് ഇവിടെ താഴെ കൊടുക്കുക. 390 ആയാൽ ആ സംഖ്യയുടെ
80% ചോദ്യം. അപ്പൊ താഴെ കൊടുക്കേണ്ടത് എത്രയാണ്? 80%. 13% 390 കണക്കാക്കപ്പെടേണ്ടത് 80%. അപ്പൊ താഴെ എന്ത് ചെയ്യുക? 80% കൊടുക്കുക. നേരത്തെ 100% കൊടുത്തിരുന്നു. അതിന്റെ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. എന്നാൽ ഇവിടെ ആ സംഖ്യയുടെ 80% മതി. അപ്പൊ താഴെ എന്ത് കൊടുക്കാം? 80% എന്ന് കൊടുക്കുക. ക്ലോസ് ചെയ്ത് കുടിക്കുന്നു. 80 × 390/13. 13 39 വിട്ട് 30 എന്ന് കിട്ടും. 80 × 30 8 × 3 2400. ഉത്തരം എത്രയാണ്? 2400 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ 13% 390 ആണെങ്കിൽ 80% എത്രയാണ്? 2400 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? 13% 390. 80% കണക്കാക്കേണ്ടത്. അത് താഴെ കൊടുത്തു ക്രോസ് ചെയ്ത് കുടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? പറഞ്ഞത് വ്യക്തമാണോ? ആർക്കെങ്കിലും എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചോദിക്കണം കേട്ടോ. ഒക്കെ അതിനോടനുബന്ധിച്ച് തന്നെ ചോദിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് മൂന്നാമത്തെ മോഡലില് ഈ പറഞ്ഞ മോഡൽ എന്താണ് പ്രശ്നം? ഇവിടെ നമുക്ക് നേരിട്ട് 1% തരുന്നില്ല. നേരിട്ട് 1% തരാതെ അതിന് പകരം എന്ത് ചെയ്യാണ്? ആ ഒരു വ്യത്യാസം 2% തമ്മിലുള്ള വ്യത്യാസം ഇത്രയാണ് എന്ന് തന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ സംഖ്യ കണ്ടെത്താൻ പറയണം. അപ്പൊ ആ വ്യത്യാസം, ആ ശതമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് മൈനസ് ചെയ്താൽ കിട്ടും. ആ 1% എത്രയാണ് എന്ന് കണക്കാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു മോഡലാണ്. നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യില്ല? ശതമാനം ഇത്ര എന്ന് തരില്ല. ശതമാനം തരാതെ മറ്റൊരു ശതമാനം കണ്ടെത്തുന്ന അടുത്തൊരു മോഡലാണ്. ഇവിടെ നാലാമത്തെ മോഡല്. ഒരു സംഖ്യയുടെ 70% 270 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. ഓക്കെ, ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കുക. ഒരു സംഖ്യയുടെ 70% എത്രയോ ആണെന്ന് അറിയില്ല, അതിലേക്ക് എന്ത് കൂട്ടുക? 70% 270 കൂട്ടിയാൽ എവിടെ എത്തും? 270 പ്ലസ് ചെയ്താൽ അതേ സെയിം സംഖ്യ എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. എങ്കിൽ സംഖ്യ എത്ര? ഇത് കാണുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ് എന്ന് തോന്നിപ്പോകും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, പറയുന്നത് ശ്രദ്ധിക്കട്ട. ഒരു സംഖ്യ എത്രയാണ്? ആ സംഖ്യ എന്ന് പറയുന്നത് 70%. ഓക്കെ, സംഖ്യയുടെ 70% അതും നമുക്കറിയില്ല. അതിലേക്ക് ഓക്കെ പറയുന്ന പോയിന്റ് നോക്കുക. ഇവിടെ നമുക്കൊരു നിശ്ചിത ശതമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു പോയിന്റ് ആണ്. ഒരു സംഖ്യയുടെ 70% 270 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. ആ വിവരം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നിശ്ചിത ശതമാനം കണ്ടെത്തണം. 70% 270 കൂട്ടിയാൽ, അതായത് 70% പ്ലസ് 270 ചെയ്താൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? അതേ സംഖ്യ ലഭിക്കും. അതേ സംഖ്യ എന്ന് പറയുമ്പോൾ എത്ര ശതമാനത്തിലേക്ക് എത്തും? എത്ര ശതമാനത്തിലേക്ക് എത്തും? 70% പ്ലസ് 270 ചെയ്താൽ എത്ര ശതമാനത്തിലേക്ക് എത്തും? അതേ സംഖ്യ എന്ന് പറയുമ്പോൾ സംഖ്യ എത്ര ശതമാനം? സംഖ്യക്ക് എത്ര ശതമാനം കൊടുക്കണം? 100%. അപ്പൊ എവിടെ എത്തും? 100%ത്തിലേക്ക് എത്തും. ക്ലിയർ ആണോ? ആ വിവരം കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടും. 70% പ്ലസ് 270 എത്രയാണ്? 100%. അപ്പൊ 270 എന്ന് പറയുന്നത് ഇവിടെ ചിന്തിച്ചാൽ തന്നെ കിട്ടും. വേറെ ഒന്നും ചെയ്യണമെന്നില്ല. വേണമെങ്കിൽ 100% മൈനസ് 70% ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. 70% എത്ര ശതമാനം കൂട്ടുമ്പോഴാണ് 100% എത്തുന്നത്? 70% എത്ര ശതമാനം കൂട്ടിയാലാണ് 100%ത്തിലേക്ക് എത്തുക? 30%. ഓക്കെ ആണല്ലോ. അപ്പൊ ആ 30% എത്ര? ആ 30% 270. ക്ലിയർ ആണോ? 30% 270. എങ്ങനെ കിട്ടി? ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. 70% കൂടെ 270 കൂട്ടിയാൽ എവിടെത്തി? 100%ത്തിലേക്ക് എത്തി. അപ്പൊ ഈ 270 എന്ന് പറയുന്നത് എത്ര ശതമാനത്തിന് തുല്യമാണ്? 100ലേക്ക് എത്താൻ എത്ര ശതമാനമാണോ കൂട്ടേണ്ടത് അത്രയും ശതമാനത്തിന് തുല്യമാണ് 270. അപ്പൊ 70%ത്തിൽ നിന്നും 100%ത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എത്ര ശതമാനം വേണം? കൂട്ടണം. 30% ഇവിടെ പ്ലസ് ചെയ്യേണ്ടത്. അപ്പൊ ആ 30% പ്ലസ് ചെയ്യുന്ന സ്ഥാനത്താണ് എത്ര കൂട്ടുന്നത്? 270 പ്ലസ് ചെയ്യുന്നത് കൂട്ടുന്നത്. ഇപ്പൊ 30% എന്ന് പറയുന്നത് എത്രയാണ്?
270 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമുക്ക് ചെയ്ത് നോക്കിയാൽ ഇനി ഏതാണോ ചോദ്യം എങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. സംഖ്യ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംഖ്യക്ക് എപ്പോഴും എത്ര ശതമാനമായിട്ട് കണക്കാക്കപ്പെടണം? സംഖ്യ എപ്പോഴും 100%. അപ്പൊ കണക്കാക്കപ്പെടേണ്ടത് 100% എത്ര എന്നാണ് ഇവിടെ ചോദ്യം. ക്ലിയർ? ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കുക. 100 × 270/30. 0 0 വെട്ടി 27 3 വെട്ടിയാൽ 9. 100 × 9 900 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 900. ഉത്തരം എത്ര കിട്ടും? 900 എന്ന് കിട്ടും. എങ്ങനെ കിട്ടിയത്? ഒന്നുമില്ല, ഇവിടെ നമുക്ക് ഒരു നിശ്ചിത ശതമാനം തന്നിട്ടില്ല. അത് കണ്ടെത്താൻ പറഞ്ഞൊരു പോയിന്റ് ആണ് ഏത്? ഒരു സംഖ്യയുടെ 70% എത്ര ഉണ്ട്, അതിലേക്ക് 270 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. അപ്പൊ 70% കൂടെ എത്ര കൂട്ടിയാലാണ് ആ ഒരു 100% എത്തുന്നത് എന്ന് നോക്കുക. 30%. 30% പ്ലസ് ചെയ്യുമ്പോഴാണ് എവിടെ എത്തുന്നത്? 100% എത്തുന്നത്. ഇപ്പൊ 30% എത്ര കൊടുക്കുക? 270 എന്ന് കൊടുക്കുന്നു. കണക്കാക്കപ്പെടേണ്ടത് 100%. താഴെ 100% എന്ന് കൊടുത്തു, ക്ലോസ് ചെയ്ത് ഗുണിച്ചു. ഓക്കെ ആണല്ലോ? ഉത്തരം എത്ര കിട്ടും? 900 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 75% 25 കൂട്ടിയാൽ, ഒരു സംഖ്യയുടെ 75% 25 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. എങ്കിൽ സംഖ്യ എത്ര? ഉത്തരം കിട്ടിയോ? ഒരു സംഖ്യയുടെ 75% 25 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. എങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. ഇപ്പൊ ഒരു സംഖ്യയുടെ 75% അത് നമുക്ക് അറിയില്ല. ഇപ്പൊ 75% എത്രയാണോ അത് ഇവിടെ കൊടുത്തു. 75% അറിയില്ല. പ്ലസ് അതാ പറഞ്ഞ കൂട്ടിയാൽ എത്ര കൂട്ടിയാലാണ്? 25. 75%-ഓടൊപ്പം 25 പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? അതേ സംഖ്യ നമുക്ക് ഓക്കെ. 25 പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 100% എന്ന് കിട്ടും. അതായത് അതേ സംഖ്യ ലഭിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ 25 എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? 75%-ഓടൊപ്പം എത്ര കൂട്ടിയാലാണോ 100% കിട്ടുന്നത് അതായിരിക്കും 25. 75%-ഓടൊപ്പം എത്ര കൂട്ടിയാലാണ് 100% കിട്ടുന്നത്?
ശതമാനം 25. 25% പ്ലസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ചോദിച്ചത് 25% ഏത്? 25% 25%. ഇവിടെ ചോദ്യത്തിലെ 25% ഏത്? 25. ഈ കൂട്ടിയ 25 ഓപ്ഷനിൽ ഉത്തരം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, 25% കൂടി 25 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 25%, 75%, 25% കൂട്ടിയാലാണ് 100% ആവുക. അപ്പൊ ആ 25%ത്തിന്റെ സ്ഥാനത്ത് പ്ലസ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. അതുകൊണ്ട് 25% 25 എന്ന് കിട്ടി. എങ്കിൽ സംഖ്യ എത്ര? സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കണക്കാക്കേണ്ടത് 100%. അത് 100%, 100 എന്ന് തന്നെ കിട്ടും ട്ടോ. 100 ഇൻറ്റു 25/25. 25 വെട്ടി 1, 100 ഇൻറ്റു 1 100. സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് കേട്ടോ. ഇത് ഓപ്ഷൻസ് വേറെ ഏതോ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് ആണ്. ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 100 എന്ന് കിട്ടും. എല്ലാവർക്കും 100 എന്നുള്ള ഉത്തരം കിട്ടിയോ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെ 75 എന്നുള്ള സംഖ്യ ഗുണിക്കണ്ടേ? 75%-ോട് 25 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. അങ്ങനെയല്ല ക്വസ്റ്റ്യൻ പറഞ്ഞത്. 75%-ോട് കൂടി 25 കൂട്ടിയാൽ 100%ത്തിലേക്ക്. ഈ 25 സംഖ്യ എത്ര ശതമാനത്തിന് തുല്യം? 25% തുല്യം. മനസ്സിലായോ? 25 എന്ന് പറയുന്ന 25% എന്ന് പറയുന്ന 25 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ 75% 100%ത്തിലേക്ക് എത്താൻ എത്ര ശതമാനം പ്ലസ് ചെയ്യണം? 25% കൂടേണ്ടത്. അപ്പൊ ആ 25%ത്തിന്റെ സ്ഥാനത്ത് വരേണ്ട സംഖ്യയാണ് ഏത്? 25 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 25%-ൽ 25% എന്ന് പറയുന്നത് 25. എങ്കിൽ സംഖ്യ എത്ര? സംഖ്യ എന്ന് പറയുന്നത് 100% എന്ന് കൊടുത്തു ക്ലോസ് ചെയ്ത് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? 100 എന്നുള്ള ഉത്തരം കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് 25 എന്ന് വന്നതുകൊണ്ട് ചിലപ്പോ ഇങ്ങനെ ആകെ 25 കണ്ടീഷൻ ഉണ്ടാവും. എന്നാൽ അടുത്തൊരു ചോദ്യം ആയിരിക്കുള്ളൂ, അതും കൂടി വിശദീകരിക്കുമ്പോൾ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. ഒരു സംഖ്യയുടെ 12%-ോട് 81 കൂട്ടിയാൽ ആ സംഖ്യയുടെ 21% ലഭിക്കുന്നു. എങ്കിൽ സംഖ്യ എത്ര? ഉത്തരം എത്ര കിട്ടിയത്?
അപ്പൊ ഇവിടെ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ. ഒരു സംഖ്യയുടെ 12% 81 കൂട്ടിയാൽ, അതായത് 81 കൂട്ടുമ്പോൾ ആ സംഖ്യയുടെ 21% എത്തും എന്നാണ് പറഞ്ഞത്. സംഖ്യ കിട്ടും എന്നല്ല. അതായത് 12% പ്ലസ് 81 സമം 100 എന്ന് കൊടുക്കാൻ പറ്റില്ല. കാരണം ആ സംഖ്യ കിട്ടുന്നില്ല. 81 കൂട്ടുമ്പോൾ എവിടെ എത്തുന്നുള്ളൂ? 21% എത്തുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഒന്നുമില്ല, അത് കൊടുത്താൽ മതി. 12% പ്ലസ് 81 സമം എത്രയാണ്? 21%. ഈ 12% നിന്നും 21% എത്താൻ കൂട്ടുന്നത് എത്രയാണ്? 12%ലേക്ക് 21 എത്താൻ എത്ര പ്ലസ് ചെയ്യണം? എത്രയാണ്? എത്ര ശതമാനമാണ്? 9%. അപ്പൊ ആ 9% സ്ഥാനത്താണ് ഏത് വരുന്നത്? 81 വരുന്നത്. ക്ലിയർ ആണോ? ഇവിടെ എന്ന് പറയുന്നത് ഒരിക്കലും 12% പ്ലസ് 81 പോയിട്ട് ഇവിടെ ഓടി ചെന്നിട്ട് 100% എന്ന് കൊടുക്കരുത്. അതിന് കാരണം എന്താണ്? ആ സംഖ്യ ലഭിക്കുന്നു, അതായത് ആ സംഖ്യ ലഭിക്കുമ്പോഴാണ് 100%ത്തിലേക്ക് എത്തുന്നത്. അതിന് പകരം ആ സംഖ്യയുടെ 21% ലഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് ഇവിടെ എത്ര കൊടുത്തത്? 21% എന്ന് കൊടുത്തത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ 12% പ്ലസ് 81 സമം 21%. അപ്പൊ 12 എങ്ങനെ? 12% നിന്നും 21%ത്തിലേക്ക് എത്താൻ എത്ര ശതമാനം വേണം? 9% വേണം. അതായത് 21 12 കുറച്ചാൽ മതി. 21 12 കുറച്ചാൽ 9%. അപ്പൊ ഈ 9% സ്ഥാനത്താണ് ആരെ കൂട്ടുന്നത്? 81 പ്ലസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 9% 81. നമ്മളോട് ചോദ്യം ഏതാണോ അതിനനുസരിച്ച് ചിലപ്പോൾ ഇവിടെ 20% എത്ര, അല്ലാന്നുണ്ടെങ്കിൽ 50% എത്ര, എങ്ങനെയും ചോദിക്കാം. ഇവിടെ ചോദിച്ചത് എന്താണ്? സംഖ്യയാണ് ചോദിച്ചത്. അപ്പൊ സംഖ്യ ചോദിച്ചാൽ എപ്പോഴും ഏതൊരു ചോദ്യത്തിലും സംഖ്യ എന്ന് പറഞ്ഞാൽ അത് എത്ര ശതമാനമാണ്? 100%. ഇപ്പൊ 9% 81. 100% കണക്കാക്കണം. അപ്പൊ താഴെ എന്ത് ചെയ്തു? 100% എന്ന് കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കാം. 100 × 81/9. 9 ഉം 81 വെട്ടാം. 9 100 × 9 എത്ര കിട്ടും? 900 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എത്രയാണ്? 900. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഒന്നുമില്ല, പ്ലസ് ചെയ്യുന്നത് എവിടെയാണോ എത്തുന്നത് അത് കൊടുക്കുക. 21%ത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ 21% കൊടുക്കുക. സംഖ്യയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 100% എന്ന് കൊടുക്കണം. അതേ ഉള്ളൂ മാറ്റം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? സംഖ്യയുടെ 12% 81 കൂട്ടിയാൽ ആ സംഖ്യയുടെ 21% ലഭിക്കുന്നു എങ്കിൽ സംഖ്യ എത്ര? അപ്പൊ ഈ 81 എന്ന് പറയുന്ന എത്ര ശതമാനമാണ് എന്നുള്ളത് ആ ചോദ്യത്തിൽ തന്ന വിവരം വെച്ചിട്ട് എന്ത് ചെയ്യണം? കണക്കാക്കണം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്തൊരു ചോദ്യം എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 92% 60 കൂട്ടിയാൽ, ഒരു സംഖ്യയുടെ 92% 60 കൂട്ടിയാൽ ആ സംഖ്യയുടെ 97% ലഭിക്കുന്നു എങ്കിൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുടെ 92% 60 കൂട്ടിയാൽ ആ സംഖ്യയുടെ 97% ലഭിക്കുന്നു എങ്കിൽ സംഖ്യ എത്ര?
ഉത്തരം എത്ര കിട്ടും? 1200 എന്നുള്ള ഉത്തരം കിട്ടണം കേട്ടോ. നേരെ ചെയ്യാം. ഒരു സംഖ്യയുടെ 92% 60 കൂട്ടിയാൽ ആ സംഖ്യയുടെ 97% ലഭിക്കും എന്നാണ് പറഞ്ഞത്. എങ്കിൽ സംഖ്യ എത്ര? അപ്പൊ 92% പ്ലസ് 60, അതിലേക്ക് 60 പ്ലസ് ചെയ്താൽ എവിടെ എത്തി? 97%-ത്തിലോട്ട് എത്തി. ഈ 60 എന്ന് പറയുന്നത് എത്ര ശതമാനത്തിന് തുല്യമാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നോക്കേണ്ടത്. 92-ൽ നിന്നും 97-ലേക്ക് എത്തണമെങ്കിൽ എത്ര ശതമാനം വരണം? 92-ൽ നിന്നും 97-ലേക്ക് എത്താൻ 5%. അപ്പൊ 5%-ത്തിന് തുല്യമാണ് ആര്? 60. ഇനി എന്താണോ 5%, 60 എന്ന് കിട്ടി. നമുക്കൊന്നുമില്ല, ഏത് ശതമാനവും കണ്ടെത്താം. എങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. സംഖ്യ കണക്കാക്കാൻ എത്ര ശതമാനമാണ് സംഖ്യ എന്ന് പറയുന്നത്? എപ്പോഴും 100% സംഖ്യ. അപ്പൊ 100% കണക്കാക്കേണ്ടത്. ക്ലോസ് ചെയ്ത് ഗുണിക്കാം. 100 × 60/5. എങ്ങനെ വിട്ടാം? 100-ന് 5 കൊണ്ട് വിട്ടാം. 100-ന് 5 കൊണ്ട് വിട്ടാൽ 20. 20 × 60 1200 എന്ന് കിട്ടും. ഗുണിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ചിലപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലോ, പൂജ്യമൊക്കെ കൂടാൻ കുറയാം. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഓടിച്ചൊന്ന് കൊടുക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യുക. 1200 എന്നുള്ള ഉത്തരം കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ സംശയമുണ്ടോ? ഓക്കെ, അടുത്തൊരു ചോദ്യം. ഒരു സംഖ്യയുടെ 97% 27 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുന്നു എങ്കിൽ സംഖ്യയുടെ 25% എത്ര? ഒരു സംഖ്യയുടെ 97% 27 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുന്നു എങ്കിൽ സംഖ്യയുടെ 25% എത്ര? ഒരു സംഖ്യയുടെ 97%, ഓക്കെ, എന്ത് ചെയ്യും? 97% കൂടി 27 പ്ലസ് ചെയ്താൽ എന്താ കിട്ടുന്നത്? അതേ സംഖ്യ ലഭിക്കുന്നു എന്നാ പറഞ്ഞത്. എവിടെ എത്തും? 100%-ത്തിലേക്ക് എത്തും. ക്ലിയർ? അപ്പൊ 100%-ത്തിലേക്ക് എത്തും. അപ്പൊ 97%-ത്തിൽ നിന്ന് 100%-ത്തിലേക്ക് എത്താൻ എത്ര വേണമോ അത്രയും ശതമാനമാണ് ഏത്? 27 എന്ന് പറയുന്നത്. 97-ൽ നിന്ന് 100-ലേക്ക് എത്താൻ എത്ര ശതമാനം വേണം? 3%. ആ 3%-മാണ് ഏത്? 27. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചോദിച്ചത് സംഖ്യ എത്ര എന്നല്ല ചോദ്യം. സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ താഴെ എന്ത് ചെയ്താൽ മതി? 100% എന്ന് കൊടുത്താൽ മതി. ഇവിടെ സംഖ്യ എത്ര എന്നല്ല, എങ്കിൽ ആ സംഖ്യയുടെ 25% എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ 3% 27 എന്ന് കിട്ടി. ഇവിടെ ഒരിക്കലും ഓടി ചെന്ന് 100% എന്ന് കൊടുക്കരുത്. അതിന് കാരണം എന്താണ്? എങ്കിൽ സംഖ്യയുടെ 25% എത്ര എന്നാണ് ചോദ്യം. അപ്പൊ താഴെ എന്ത് കൊടുത്താൽ മതി? 25% എന്ന് കൊടുത്താൽ മതി. കണക്കാക്കേണ്ടത് എത്ര ശതമാനമാണോ അത് താഴെ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ 25 × 27
ബൈ 3. 27 3 വെട്ടാം 9 എന്ന് കിട്ടും. 9 × 25 5 9 45 4 ശിഷ്ടം 18 4 22 225 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? എങ്കിൽ ആ സംഖ്യയുടെ 25% എത്രയായിരിക്കും? 225 ആയിരിക്കും. ക്ലിയർ ആണോ? ഇവിടെ ഒന്നുമില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയൊരു ചോദ്യത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പൊ ഇവിടെ താഴെ കൊടുക്കേണ്ട ശതമാനത്തിലൊന്ന് മാറ്റം വരുത്തി, അത്രേ ഉള്ളൂ. ഇവിടെ ഇതുവരെ നമ്മൾ 100% കൊടുത്തിരുന്നു, എന്നാൽ ഇപ്പോൾ എന്താണ് സംഖ്യയുടെ 25% ചോദിച്ചത്. സോ ഇവിടെ താഴെ എന്ത് കൊടുത്തു? 25% എന്ത് കൊടുത്തു? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി. ഒരു സംഖ്യയുടെ 17% 24 കൂട്ടിയാൽ, ഒരു സംഖ്യയുടെ 17% 24 കൂട്ടിയാൽ അതേ സംഖ്യയുടെ 25% ലഭിക്കും. എങ്കിൽ സംഖ്യയുടെ 90% എത്ര? ഓക്കെ, ഉത്തരം കിട്ടിയോ? എങ്ങനെ ചെയ്യുന്നത്? ഒരു സംഖ്യയുടെ 17% 24 കൂട്ടിയാൽ അതേ സംഖ്യയുടെ 25% എത്തും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 17% പ്ലസ് 24 സമം 25%. ഓക്കെ ആണല്ലോ? അപ്പൊ 17% നിന്നും 25% എത്താൻ എത്രയാണോ വേണ്ടത്, അതാ ഒരു ശതമാനത്തിന്റെ സ്ഥാനമാണ് ആർക്കുള്ളത്? 24-നുള്ളത്. അപ്പൊ 17 നിന്നും 25 എത്താൻ എത്ര ശതമാനം? 8% ഇവിടെ എന്ത്? 24 എന്ന് പറയുന്നത്. 8% സ്ഥാനത്ത് 24. ഇനി ഓടിച്ചൊന്ന് 100% ഒന്നും കൊടുക്കരുത്. എങ്കിൽ സംഖ്യയുടെ 90% എത്ര എന്നാണ് ചോദ്യം. ഇപ്പൊ താഴെ കൊടുക്കേണ്ടത് എത്രയാണ്? 90% എന്ന് കൊടുക്കുക. ഇനി ക്ലോസ് ചെയ്ത് ഗുണിച്ചാൽ മതി. 90 × 24/8. 8 24 വെട്ടാം. 3 9 × 3 27 270 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 270. ക്ലിയർ ആണോ? പറഞ്ഞത് വ്യക്തമാണോ?
ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ശതമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി ഒരു പ്രായോഗികമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇവിടെ നമുക്ക് 4 മോഡലുകളാണ് പ്രത്യേകമായിട്ടും വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു ശതമാനം ആ ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടെത്തുക, അത്രേ ഉള്ളൂ. താഴെ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളത് താഴെ കൊടുക്കുക, ക്രോസ് ചെയ്ത് കുടിച്ചാൽ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലാഭവും നഷ്ടവും എന്ന് പറയുന്ന കച്ചവട കണക്ക് അടുത്ത ടോപ്പിക്കാണ്. അതിലെന്ത് ചെയ്യണം, ഈ സെയിം രീതിയിൽ തന്നെ എന്ത് ചെയ്താൽ മതി. ഓക്കെ എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ശതമാനത്തിൽ പിന്നെ വരുന്നതാണ് കുറച്ച് പ്രായോഗികമായിട്ട്. ഇപ്പൊ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ 30% വിദ്യാഭ്യാസത്തിനും 20% ഭക്ഷണത്തിനും ചെലവാക്കി, ബാക്കി എത്ര ശതമാനം, ബാക്കിയുള്ളത് എത്ര രൂപ എന്നുള്ള രീതിയിൽ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു 4-5 ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം.